ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2020 യൂണിയൻ ബജറ്റിൽ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ്. ഈ മാറ്റങ്ങൾ ആർക്കൊക്കെയാണ് കൂടുതൽ മെച്ചമുള്ളത്, അതോടൊപ്പം തന്നെ ന്യൂ ഇൻകം ടാക്സ് സ്ലാബ് ആൻഡ് ഓൾഡ് ഇൻകം ടാക്സ് സ്ലാബ് തമ്മിലുള്ള കമ്പാരിസൺ, ഇൻകം ടാക്സിൽ മെയിനായിട്ട് വരുന്ന എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് എന്നിവയൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമാണ്, ഓൾഡ് ടാക്സ് റെസീം യൂസ് ചെയ്യണോ അതോ ന്യൂ ടാക്സ് റെസീം യൂസ് ചെയ്യണോ ITR ഫയൽ ചെയ്യാനായിട്ടെന്നുള്ളത്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ഏതാണ് ബെറ്റർ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂള് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ന്യൂ ടാക്സ് സ്ലാബും ഓൾഡ് ടാക്സ് സ്ലാബും തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ ഇൻകം ടാക്സിൽ മെയിനായിട്ട് നമുക്ക് ക്ലെയിം കിട്ടുന്ന ബേസിക് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലാബ് റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ന്യൂ ടാക്സ് റേറ്റ് ആണ് ഓൾഡ് ടാക്സ് റേറ്റിനേക്കാൾ കുറവ്. പക്ഷേ അതുകൊണ്ട് മാത്രം ന്യൂ ടാക്സ് റെസീം നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻ തന്നിട്ടുണ്ട്. ഈ എക്സംഷൻസ് ഒന്നും ന്യൂ ടാക്സ് റെസീമിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ടാക്സ് സേവിങ്സ് പ്ലാനൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾഡ് ടാക്സ് റെസീമാണ് ബെറ്റർ. ഒരു എക്സംഷനും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ന്യൂ ടാക്സ് റെസീം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓൾഡ് ടാക്സ് റെസീം യൂസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കുന്ന ചില ഡിഡക്ഷൻസിനെ പറ്റി നമുക്ക് നോക്കാം. ഡിഡക്ഷൻസിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് സെക്ഷൻ 80Cയുടെ കീഴിൽ വരുന്ന എക്സംഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഒരു ടേബിൾ വഴി നമുക്ക് ചെക്ക് ചെയ്യാം. സെക്ഷൻ 80Cയുടെ കീഴിൽ മെയിനായിട്ട് വരുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഹൗസ് ലോൺ റീപേയ്മെൻറ്റ്, ട്യൂഷൻ ഫീ ഫോർ ചിൽഡ്രൻസ്, മ്യൂച്വൽ ഫണ്ട്, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്, പോസ്റ്റ് ഓഫീസ് ടാക്സ് സേവിങ്സ് ഡിപ്പോസിറ്റ്, നാഷണൽ പെൻഷൻ സ്കീം, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എക്സെട്ര എന്നിവയൊക്കെയാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്ഷൻ 80C അനുസരിച്ച് 1.5 lakhs വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. 80Cയുടെ കീഴിൽ വരുന്ന ടാക്സ് സേവിങ്സ് പ്ലാൻ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ സാലറിയിൽ നിന്ന് PFലേക്ക് ഒരു വർഷം 50,000 രൂപ ഡിഡക്റ്റ് ആകുന്നുണ്ട്. അതുപോലെ LIC പ്രീമിയത്തിലേക്ക് 50,000 rupees ഒരു വർഷം ഞാൻ അടയ്ക്കുന്നുണ്ട്. ഹൗസ് ലോൺ റീപേയ്മെൻറ്റിലേക്ക് 1.5 lakhs എൻ്റെ കയ്യിൽ നിന്ന് കട്ടാവുന്നുണ്ട്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 2.5 lakhs വരുന്നുണ്ട്. ഇത് മൂന്നും 80Cയുടെ അണ്ടറിൽ വരുന്ന കാരണത്താൽ 1.5 lakhs വരെ മാത്രമേ എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ടാക്സ് സേവിങ്സിനായി 80Cയിൽ മറ്റൊരു പ്ലാൻ ഞാൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സെക്ഷൻ 80D ആണ് ഇനി പറയാൻ പോകുന്നത്. അണ്ടർ സെക്ഷൻ 80D, ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, ഗവൺമെൻറ് ഹെൽത്ത് സ്കീം ഓർ എനി അതർ നോട്ടിഫൈഡ് ഹെൽത്ത് സ്കീം, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എക്സ്പെൻഡിച്ചർ, ഇതിനൊക്കെ സെക്ഷൻ 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് 80D. ഇത് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സെക്ഷൻ 80D ആപ്ലിക്കബിൾ ആകുന്നത് ഇൻഡിവിജ്വൽസിനും HUFനുമാണ്. ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, സ്പൗസ് ഓർ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ. ഇനി HUFൻ്റെ കേസാണെങ്കിൽ എനി മെമ്പർ ഓഫ് HUF. ഇനി ഇതിൻ്റെ ഡിഡക്ഷൻ്റെ ടേബിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൽഫ് ആൻഡ് ഫാമിലി ബിലോ 60 years ആണെങ്കിൽ 25,000. അതുപോലെ സെൽഫ് ആൻഡ് ഫാമിലി പ്ലസ് പേരൻസ് ഓൾ ബിലോ 60 years ആണെങ്കിൽ 25,000 പ്ലസ് 25,000 50,000 വരെയും ഡിഡക്ഷൻ കിട്ടുന്നതാണ്. സെൽഫ് ആൻഡ് ഫാമിലി ബിലോ 60 yearsഉം പേരൻസ് എബോവ് 60 yearsഉം ആണെങ്കിൽ 25,000 പ്ലസ് 50,000 75,000 വരെ ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ സെൽഫ് ആൻഡ് ഫാമിലി പ്ലസ് പേരൻസ് ബോത്ത് എബോവ് 60 years ആണെങ്കിൽ 50,000 പ്ലസ് 50,000 1 lakh വരെയും നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ 80DD പ്രകാരം ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റ് ഡിസേബിലിറ്റി എബോവ് 40% ആണെങ്കിൽ 75,000ഉം ഡിസേബിലിറ്റി എബോവ് 80% ആണെങ്കിൽ 1,25,000 ഡിഡക്ഷൻ കിട്ടുന്നതാണ്. 80U പ്രകാരവും പെർമനൻറ്റ് ഡിസേബിലിറ്റി എബോവ് 40% ആണെങ്കിൽ 75,000ഉം ഡിസേബിലിറ്റി എബോവ് 80% ആണെങ്കിൽ 1,25,000ഉം ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് 80E, ഡിഡക്ഷൻസ് ഫോർ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ. 80E പ്രകാരം ഹയർ എഡ്യൂക്കേഷന് വരുന്ന ഇൻട്രസ്റ്റ് 8 വർഷത്തേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. എത്ര ഇൻട്രസ്റ്റ് വന്നാലും ക്ലെയിം കിട്ടുന്നതാണ്. ഒരു മാക്സിമം മിനിമം ലിമിറ്റ് പറയുന്നില്ല. മറ്റൊരു സെക്ഷനാണ് 80TTB. 80TTB പ്രകാരം സീനിയർ സിറ്റിസന്, അതായത് 60 വയസ്സിന് മുകളിൽ വരുന്നവർക്ക് FDയിലും സേവിങ്സിലും വരുന്ന ഇൻട്രസ്റ്റിന്
50,000 വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്കൊരു മെയിനായിട്ടുള്ളൊരു സെക്ഷൻ നോക്കാം. സെക്ഷൻ 80GG, ഡിഡക്ഷൻ ഓൺ റെൻറ്റ് പെയ്ഡ്. കമ്പനി നമുക്ക് HR അലവൻസ് തരുന്നുണ്ടെങ്കിൽ 80GG പ്രകാരം ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. HR അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് റെൻ്റാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ 80GG പ്രകാരം 60,000 വരെയും ക്ലെയിം എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ റെൻറ്റ് താമസിക്കുന്നിടത്ത് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് സൈറ്റിനകത്ത് വരുന്ന 12BA എന്ന ഡിക്ലറേഷൻ ഫോം നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If your adjusted total income is ₹4 lakhs and all rent paid is ₹2.4 lakhs, then allowable deduction under section 80GG is calculated as below. 3 ക്രൈറ്റീരിയ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 3 ക്രൈറ്റീരിയയും വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നതാണ് allowable deduction. ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രകാരം മിനിമം എമൗണ്ട് സെൻഡ് ബൈ സെക്ഷൻ 80GG 5,000 വെച്ചിട്ട് 12 months 60,000. രണ്ടാമത്തെ ക്രൈറ്റീരിയ റെൻറ്റ് പെയ്ഡ് ലെസ് 10% അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. റെൻറ്റ് പേ ചെയ്യുന്നത് 2,40,000 ആണ്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% 40,000. 2,40,000 മൈനസ് 40,000 ഈസ് ഈക്വൽ ടു 2 lakhs. മൂന്നാമത്തെ ക്രൈറ്റീരിയ 25% അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇവിടെ 4 lakhs ആണ്. 4 lakhsൻ്റെ 25% എന്ന് പറയുന്നത് 1 lakh. അലൗഡ് ഡിഡക്ഷൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള ലോവസ്റ്റ് ABC ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്രൈറ്റീരിയയുള്ള 60,000 ആണ്. അതുകൊണ്ട് നമുക്ക് 60,000 ആണ് ക്ലെയിം കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത എക്സംഷൻസ് എല്ലാം ഓൾ ടാക്സ് റെസീം ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ടാക്സ് സേവിങ്സ് പ്ലാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ടാക്സ് റെസീം ഓപ്റ്റ് ചെയ്യുക. ടാക്സ് സേവിങ്സ് പ്ലാനൊന്നും എടുക്കാത്തവരാണെങ്കിൽ ന്യൂ ടാക്സ് റെസീം ഓപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ന്യൂ ടാക്സ് സ്ലാബിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒന്ന് ചെക്ക് ചെയ്യാം. 0 to 2.5 lakhs വരെ എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിലും ന്യൂ ടാക്സ് റേറ്റിലും എക്സെംപ്റ്റഡ് ആണ്. 2.5 lakhs to 5 lakhs വരെ 5% ആണ് എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിലും ന്യൂ ടാക്സ് റേറ്റിലും. 5 to 7.5 lakhs എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിൽ 20% ആണെങ്കിൽ ന്യൂ ടാക്സ് റേറ്റിൽ 10% മാത്രമേ ഉള്ളൂ. 7.5 lakhs to 10 lakhs വരെ എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിൽ 20% ആണെങ്കിൽ ന്യൂ ടാക്സ് റേറ്റിൽ 15% മാത്രമേ ഉള്ളൂ. 10 to 12.5 lakhs എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിൽ 30% ആണെങ്കിൽ ന്യൂ ടാക്സ് റേറ്റിൽ 20% ഉള്ളൂ. 12.5 lakhs to 15 lakhs എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിൽ 30% ആണെങ്കിൽ ന്യൂ ടാക്സ് റേറ്റിൽ 25% ആണ്. എബോവ് 50 lakhs എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റിലും ന്യൂ ടാക്സ് റേറ്റിലും 30% ആണ്. അതായത് 2.5 lakhs വരെയും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സെംപ്റ്റഡ് ആണ്. 2.5 lakhs to 5 lakhs വരെ ടാക്സ് വരുന്നത് 5% ആണ്, അതായത് 12,500 rupees. സെക്ഷൻ 87A റീബേറ്റ് 12,500 rupeesോളം നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. അത് കാരണത്താൽ 5 lakhs വരെ ഇൻകം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ബട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ഓൾ ടാക്സ് റെസീമും നോ ടാക്സ് റെസീമും തമ്മിലുള്ള കമ്പാരിസൺ എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ നമ്പർ 1. Mr. Sahal, aged below 60 years, has received salary income of ₹6,50,000 and he paid LIC premium of ₹1,50,000 for the finance year 2021. Compute the amount of tax payable for the assessment year 2021 under the both normal provision and section 115 BAC. ഇത് സാലറി പറഞ്ഞിരിക്കുന്നത് 6,50,000 ആണ്. ശ്രദ്ധിക്കുക, ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നു. ആസ് പെർ ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ സാലറി ആയ ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നമുക്ക് ക്ലെയിം എടുക്കാൻ സാധിക്കും. ആസ് പെർ ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് 6,50,000 നിന്ന് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി 6 lakhs ഓൾഡ് ടാക്സ് റെസീമിലും ആസ് പെർ ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 6,50,000 ആണ്. അതുപോലെ LIC പ്രീമിയം നമുക്ക് 1 lakh ക്ലെയിം എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഓൾഡ് ടാക്സ് റെസീമിൽ 1 lakh എക്സംഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം 5 lakhs ആസ് പെർ ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 6,50,000 ആണ്. സെക്ഷൻ 87A പ്രകാരം 12,500 നമുക്ക് റീബേറ്റ് എക്സംഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 5 lakhs വരെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 12,500 ആണ് ടാക്സ് വരുന്നത്.
87A പ്രകാരം 12,500 റീബേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ബട്ട് ആസ് പെർ ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 6,50,000 ടാക്സ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സെസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28,600 റുപ്പീസോളം നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഈ എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഓൾഡ് ടാക്സ് റെസീമാണ്. കാരണം എക്സംഷൻ വന്ന കാരണത്താൽ ഓൾഡ് ടാക്സ് റെസീമാണ് ഈ എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ ബെറ്റർ. Example number 2. Mr. Amin, aged below 60 years, has received salary income of rupees 7,50,000 and he paid LIC premium of rupees 50,000 for the financial year 2021. Compute the amount of tax payable for the assessment year 21-22 under both the normal provision and section 115 BAG. ഇതിൽ സാലറി പറഞ്ഞിരിക്കുന്നത് 7,50,000 ആണ്. ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ചുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 LIC 50,000 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം വരുന്നത് 6,50,000 ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 7,50,000 ആണ്. ടാക്സ് ഓൺ എബോവ് ഇൻകം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6,50,000 ടാക്സ് വരുന്നത് ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് 42,500 ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 7,50,000 37,500 ആണ്. എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് 44,200 ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 39,000 ആണ് ടാക്സ് വരുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഡക്ഷൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അതോടൊപ്പം തന്നെ LIC പ്രീമിയം ഡിഡക്ഷൻ ഉണ്ടെങ്കിലും ടോട്ടൽ ടാക്സ് ചെക്ക് ചെയ്തപ്പോൾ ഓൾഡ് ടാക്സ് റെസീം അനുസരിച്ച് 44,200 ടാക്സ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 39,000 മാത്രമേ ടാക്സ് വരുന്നുള്ളൂ. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ന്യൂ ടാക്സ് റെസീമാണ് ഓൾഡ് ടാക്സ് റെസീമിനെക്കാട്ടിയും ബെറ്റർ. അവസാനമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ന്യൂ ടാക്സ് റെസീം ഓപ്റ്റ് ചെയ്യണോ അതോ ഓൾഡ് ടാക്സ് റെസീം യൂസ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഗൂഗിളിൽ ഈ ഫയൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ ഈ ഫയൽ സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്ന ഇൻകം ടാക്സിൻ്റെ വെബ് പേജ് ഓപ്പൺ ആകും. ആ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തേർഡ് ഓപ്ഷൻ ടാക്സ് കാൽക്കുലേറ്റർ ഫിനാൻസ് ഇയർ 2020-21 എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും വരിക. ആദ്യമായി നിങ്ങൾ ഏജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നോർമൽ സിറ്റിസൺ, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് കാണാൻ സാധിക്കും. ഞാനിവിടെ നോർമൽ സിറ്റിസൺ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ 2020 ഏപ്രിൽ ടു 2021 മാർച്ചിലെ ആനുവൽ ഇൻകം കൊടുക്കുക. ഞാനിവിടെ 6,50,000 ആണ് ആനുവൽ ഇൻകമായിട്ട് കൊടുക്കുന്നത്. എക്സംഷൻസ് ആയിട്ട് 1,50,000 റുപ്പീസോളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന കമ്പയർ ടാക്സ് അണ്ടർ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ റെസീം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ആസ് പെർ ഓൾഡ് റെസീം അനുസരിച്ചും ടാക്സ് പേയബിൾ ആസ് പെർ ന്യൂ റെസീം അനുസരിച്ചും എത്ര ടാക്സ് വരുമെന്ന് കാണാൻ സാധിക്കും. ഈ കാൽക്കുലേഷൻ അനുസരിച്ച് ഓൾഡ് റെസീമിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ബട്ട് ന്യൂ ടാക്സ് റെസീം അനുസരിച്ച് 28,600 റുപ്പീസോളം ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് റെസീമിലാണ് 28,600 റുപ്പീസോളം ടാക്സ് ബെനിഫിറ്റ് വരുന്നത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എക്സംഷൻ ഉണ്ടെന്ന് വിചാരിച്ച് മാത്രം ഓൾഡ് റെസീം ഓപ്റ്റ് ചെയ്യരുത്. നമ്മൾ ഈ ടാക്സ് കാൽക്കുലേറ്റർ വഴി ചെക്ക് ചെയ്ത് ടാക്സ് ബെനിഫിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാനൊരു വേറൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾ കാണിച്ചു തരാം. എനിക്ക് ആനുവൽ ഇൻകം 9,50,000 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്സെപ്ഷൻ ആയിട്ട് എനിക്ക് 1,50,000 ഉണ്ട്. കമ്പയർ ടാക്സ് അണ്ടർ എക്സിസ്റ്റിംഗ് ന്യൂ റെസീം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടാക്സ് പേയബിൾ ആസ് പെർ ഓൾഡ് റെസീം അനുസരിച്ച് 75,400 ടാക്സ് പേയബിൾ ആസ് പെർ ന്യൂ റെസീം അനുസരിച്ച്
70,200 വരുന്നുണ്ട്. ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ആസ് പെർ ന്യൂ റെസീമിൽ 5,200ഓളം ബെനിഫിറ്റ് കാണുന്നുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ എക്സാമ്പിൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് എക്സംഷൻ ഉണ്ടെങ്കിൽ പോലും ന്യൂ ടാക്സ് റെസീമാണ് ടാക്സ് കുറവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സംഷൻ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ഓൾ ടാക്സ് റെസീം യൂസ് ചെയ്യരുത്. ടാക്സ് കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കിക്കൊണ്ട് ടോട്ടൽ ഇൻകം എൻ്റർ ചെയ്ത് എക്സംഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സംഷൻ എൻ്റർ ചെയ്തിട്ട് കമ്പയർ ടാക്സ് അണ്ടർ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ റെസീമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഓപ്റ്റ് ചെയ്യുന്നതാണോ ബെറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. നമ്മളപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിൽ വരുന്ന ബേസിക് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്, 2020 യൂണിയൻ ബജറ്റിൽ ഇൻകം ടാക്സ് സ്ലാബിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ന്യൂ ഇൻകം ടാക്സ് റെസീം ആൻഡ് ഓൾഡ് ഇൻകം ടാക്സ് റെസീം തമ്മിലുള്ള കമ്പാരിസൺ എന്നിവയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.